ഹായ് ഡിയേഴ്സ്, ഐഡൻറ്റിറ്റീസ് എന്ന ഫോർത്ത് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് സംസ്, തുകകളുടെ ഗുണനഫലം. ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 12 centimeters and its breadth is 7 centimeters. What is its area? ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 12ഉം ബ്രെഡ്ത്ത് 7 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. 12 ഇൻറ്റു 7 84 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ദ റെക്റ്റാങ്കിൾ ഈസ് എൻലാർജ്ഡ് ഇൻക്രീസിങ് ഇറ്റ്സ് ലെങ്ത് ബൈ 3 centimeters. നമ്മുടെ റെക്റ്റാങ്കിൾ ഒന്ന് എന്ത് ചെയ്തു, എൻലാർജ് ചെയ്തു, വലിപ്പം ഒന്ന് കൂട്ടി. അതിനായിട്ട് അതിൻ്റെ ലെങ്ത്തിൽ 3 centimeter ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ലെങ്ത്ത് 3 centimeter ഇൻക്രീസ് ചെയ്തു. ദറ്റ് ഈസ് 15. 12 + 3 15. അപ്പോൾ അതിൻ്റെ ഏരിയ, ഈ പുതിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 15 ഇൻറ്റു 7 ആണ് അല്ലേ, 105 ആണ്. ഹൗ മച്ച് ഈസ് ദ ഏരിയ ഇൻക്രീസ്ഡ്? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്നും എത്ര സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്തത്? ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 84 ആയിരുന്നു, സെക്കൻഡിൻ്റേത് 105. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 105 മൈനസ് 84, 21 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയയിൽ ഇൻക്രീസ്മെൻ്റ് ഉണ്ടായത് അല്ലേ. ഇതിൻ്റെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഏരിയാസ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്ത ഏരിയ ഒരു സ്റ്റെപ്പിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താം. നോക്കൂ, ലെങ്ത് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. 12 ഇൻറ്റു 7 ആയിരുന്നു. ആ 12നെയാണ് 3 centimeter ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ അതവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 12 + 3 ഇൻറ്റു 7. ഇനി സെപ്പറേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഫസ്റ്റ് 12 ഇൻറ്റു 7 + 3 ഇൻറ്റു 7. ഓക്കെ, നോക്കൂ, 12 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നെയാണ്. പിന്നെ അതിൽ വർദ്ധനവ് എന്ന് പറയുന്നത് 3 ഇൻറ്റു 7 ആണ്. ദാറ്റ് ഈസ് 21. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇതിൽ നിന്ന് അല്ലേ ആ ലെങ്ത്തിലുള്ള മാറ്റം അതിൽ കൊടുത്ത് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഏരിയയിലുണ്ടായ ചേഞ്ചസ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. 3 ഇൻറ്റു 7 ദാറ്റ് ഈസ് 21. അപ്പോൾ 21 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഇൻക്രീസ് ചെയ്തത്. Now suppose in the original rectangle we increase the breadth by 2 centimeters instead. എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് 2 centimeter ഇൻക്രീസ് ചെയ്തു. ലെങ്ത്ത് 12 തന്നെയാണ്, ബ്രെഡ്ത്താണ് ഇനി ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ ആ ഏരിയകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്നും എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്തെന്ന് കണ്ടെത്താൻ നമ്മളിപ്പോൾ യൂസ് ചെയ്ത ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് വന്നത് ബ്രെഡ്ത്തിലാണ് അല്ലേ. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു 7, ആ 7ന് 2 centimeter ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 7 + 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 12 ഇൻറ്റു 7 + 12 ഇൻറ്റു 2. 12 ഇൻറ്റു 7 എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. ഇൻക്രീസ്മെൻറ്റ് ഉണ്ടായത് 12 ഇൻറ്റു 2 ആണ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് 24. അപ്പോൾ ഏരിയയിലുള്ള ഇൻക്രീസ്മെൻറ്റ് എന്ന് പറയുന്നത് 24 ആണ്. ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയനേക്കാളും 24 centimeter സ്ക്വയർ ഏരിയ എന്ത് ചെയ്തു, സെക്കൻഡ് റെക്റ്റാങ്കിളിൽ ഇൻക്രീസ് ചെയ്തു. കാരണം 7 എന്ന് പറയുന്നത് നമ്മളത് 9 ആക്കി മാറ്റിയില്ലേ, 2 centimeter ഇൻക്രീസ് ചെയ്തതുകൊണ്ട്. Now suppose we increase the length by 3 centimeters and also the breadth by 2 centimeters. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 3 centimeter ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഏരിയയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 21 ആയിരുന്നു. പിന്നെ എന്ത് ചെയ്തു, ബ്രെഡ്ത്ത് ഇൻക്രീസ് ചെയ്തു, 2 centimeter ബ്രെഡ്ത്ത് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഏരിയയിലുള്ള ഇൻക്രീസിങ് എന്ന് പറയുന്നത് 24 ആയിരുന്നു. അപ്പോൾ ടോട്ടൽ 21 + 23 45 ആയിരുന്നു. ഇവിടെ ആൻസർ കൊടുത്തത് തെറ്റാണ്, ഒന്ന് ശ്രദ്ധിക്കണം. 45 ആണ് ഏരിയ ഇൻക്രീസ് ചെയ്തത് അല്ലേ. പക്ഷെ നമ്മൾ ആ രണ്ട് റെക്റ്റാങ്കിൾസുകൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് 3 centimeter ലെങ്ത്ത് ഇൻക്രീസ് ചെയ്ത ആ റെക്റ്റാങ്കിളും അതുപോലെ 2 centimeter ബ്രെഡ്ത്ത് ഇൻക്രീസ് ചെയ്ത രണ്ട് റെക്റ്റാങ്കിൾസും കൂടി നമ്മളൊന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ അല്ല കിട്ടുന്നത് അല്ലേ. അത് ഫോം ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കിൾ അല്ല. ഇവിടെ
ഈ കോർണറിൽ എന്തുണ്ട്, ഒരു കുറച്ച് സ്പേസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ കോർണറിലൊരു റെക്റ്റാങ്കിളും കൂടി ഫോം ചെയ്യുമ്പോഴാണ് ഈ രണ്ട് റെക്റ്റാങ്കിൾസ് മറ്റൊരു റെക്റ്റാങ്കിളായിട്ട് മാറുന്നത് ഈ കോർണറിൽ. അപ്പോൾ ആ റെക്റ്റാങ്കിൾ നോക്കൂ, ആ കോർണറിൽ നമ്മളൊരു റെക്റ്റാങ്കിൾ ഫിക്സ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 3 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്ററും വരുന്നൊരു റെക്റ്റാങ്കിളാണ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 6 ആണ്. നോക്കൂ, അപ്പോൾ ഈ ലാർജ് ഇങ്ങനെ സംബന്ധിച്ച് ഈ ലാർജ് റെക്റ്റാങ്കിളിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 21 + 24 + 6 51 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ലാർജ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ വന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് മറ്റൊരു രീതിയിൽ കാണാൻ സാധിക്കും. നോക്കൂ, 15 × 9, അതായത് ലെങ്ത്ത് 12 ഉള്ളത് 3 ആക്കി, 12 + 3 15ഉം ബ്രെഡ്ത്ത് 7 + 2 9. അപ്പോൾ 15 × 9 ആണ് ഈ രണ്ട് റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത്, ലാർജ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 12 × 7 ആയിരുന്നു അല്ലേ, 84 കിട്ടി. പിന്നെ നമ്മൾ അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തപ്പോൾ ഏരിയ 24 കൂടി. പിന്നെ അതിൻ്റെ ബ്രെഡ്ത്ത് ഇൻക്രീസ് ചെയ്തപ്പോൾ ഏരിയ 21 ആയി. പിന്നെ അത് രണ്ട് ഫിക്സ് ചെയ്തപ്പോൾ അവിടെ ഒരു സ്പേസ് വന്നു. ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 6 ആണ്. ഓക്കെ, അപ്പോൾ 15 × 9 എന്ന് പറയുന്ന ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയനോട് ഈക്വൽ ആയിട്ട് വരുന്നൊരു ഏരിയ ആണ് 12 × 7 + 24 + 21 + 6 എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യും, 24, 21, 6 ഇതൊക്കെ നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാം. 59 × 9 = 12 × 7 + 24നെ 12 × 2, 21ന് 3 × 7, 6ന് 3 × 2 ഈ രൂപത്തിൽ നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ നോക്കൂ, 15 × 9 ആണ് അല്ലേ. അതിലത്തെ 15 എങ്ങനെ മാറ്റി എഴുതാം? 12 + 3 ആക്കിയിട്ട് എഴുതാം. കാരണം 12 ആയിരുന്നല്ലോ ലെങ്ത്ത്, അത് 3 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ചെയ്തു. ആ രൂപത്തിൽ നമുക്ക് 12 + 3 എന്ന് എഴുതാം. അതുപോലെ തന്നെ 9 എന്ത് ചെയ്യാം, 7 + 2 എന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതിനോട് തന്നെ ഈക്വൽ ആയിരിക്കണം, 12 × 7 + 12 × 2 + 3 × 7 + 3 × 2. കണ്ടോ, അതിൻ്റെ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് 12 + 3 × 7 + 2 ആണ്. അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 12 × 7 + 12 × 2 + 3 × 7 + 3 × 2. അപ്പോൾ ഫസ്റ്റ് ബ്രാക്കറ്റ് ഇൻസൈഡ് വരുന്ന 12 കൊണ്ടും 3 കൊണ്ടും സെക്കൻഡ് ബ്രാക്കറ്റിൽ 7നെയും 2നെയും സെപ്പറേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ, അതിനോട് ഈക്വലായി. അപ്പോൾ 59 × 9 ഫ്രം 12 × 7. ഈ 59 × 9ൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 12 × 7 കിട്ടിയത് അല്ലേ. അത് നമ്മളെങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു, 59 × 9നെ 12 + 3 × 7 + 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഫസ്റ്റ് 12 വെച്ച് 7നെയും 2നെയും മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് 12 × 7 + 12 × 2. അതിന് ശേഷം എന്ത് ചെയ്തു, സ്റ്റെപ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 7 and 2 are multiplied by 3 അല്ലേ. 7ഉം 2ഉം 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 × 7 + 3 × 2 കൊടുത്തു. ഓൾ ദീസ് പ്രോഡക്ട്സ് ആർ ആഡഡ്. അതിന് ശേഷം എല്ലാ പ്രോഡക്ട്സുകളും ആഡ് ചെയ്യാണ് ചെയ്തത്. ഇനി നോക്കൂ, ലെറ്റ് സി ഹൗ വി ക്യാൻ ഗെറ്റ് 14 × 16 ഫ്രം 13 × 15. 13 × 15 നിന്നും 14 × 16 എങ്ങനെ നമുക്ക് കണ്ടെത്താം? അതായത് നോക്കൂ, 14 × 16 = നമ്മളെങ്ങനെ എഴുതാണ്, 14 13 + 1 എന്നും 16 15 + 1 എന്നും എഴുതി. ഇനി ഇതിൻ്റെ പ്രോഡക്റ്റ് കാണുമ്പോൾ 13 × 15 + 13 × 1 + അതുപോലെ 1 × 15 + 1 × 1. ഓക്കെ, 14 × 16 നമ്മളെങ്ങനെ മാറ്റി, 13 × 15. അതിനെന്താ ചെയ്തത്, 13 + 1 ആക്കി, 16 15 + 1 ആക്കി മാറ്റി. നോക്കൂ, ഈ പ്രോബ്ലത്തിൻ്റെയൊക്കെ നമുക്കൊരു ജനറൽ മെത്തേഡ് പറയുകയാണെങ്കിൽ എങ്ങനെ വരും, ടു മൾട്ടിപ്ലൈ എ സം ഓഫ് പോസിറ്റീവ് നമ്പേഴ്സ് by a sum of positive numbers, multiply each number in the second sum by each number in the first sum and added അല്ലേ. ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 14 16 ആണ്. അതിന് നമ്മൾ സം ആക്കിയിട്ട് എഴുതി. 14 13 + 1 ആക്കി എഴുതി,
16 15 + 1 ആക്കിയിട്ട് എഴുതി. അപ്പോൾ 14 × 16 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ സമ്മാക്കി സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ ടേമിനെയും സെപ്പറേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ 26 × 74 അല്ലേ. 26 × 74 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 26നെ 20 + 6 എന്നും 74നെ 70 + 4 എന്നും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി എന്ത് ചെയ്യുക, ഓരോ ടേംസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 20 × 70 + 20 × 4, അതുപോലെ 6 × 70 + 6 × 4. അപ്പോൾ 24 × 74 നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റ് ഡിജിറ്റ്സിൻ്റെ സമ്മാക്കി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടെത്തി. ഓക്കെ, ദാറ്റ് ഈസ് 1924 എന്ന് കിട്ടി. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം സെപ്പറേറ്റ് ചെയ്ത് നമ്പേഴ്സിൻ്റെ സമ്മ് സെപ്പറേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്തത്. ഹൗ എബൌട്ട് 103 × 205? അങ്ങനെയാണെങ്കിൽ 103 × 205നെ എങ്ങനെ ഇതുപോലെ ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് ചെയ്യാം? അതായത് 103നെ നമ്മൾ 100 + 3 എന്ന് എഴുതിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 205നെ 200 + 5. ശേഷം ബ്രാക്കറ്റിന് ഇൻസൈഡ് വരുന്ന ഓരോ ടേംസുകൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാം. 100 × 200 + 100 × 5 + 3 × 200 + 3 × 5. ഇതുപോലെ നമ്മൾ സീറോസിൻ്റെയൊക്കെ ടേംസിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും കൂടി എളുപ്പമാവും അല്ലേ. 100 × 200 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 20,000. 100 × 5 500. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്പേഴ്സ് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള നമ്പേഴ്സ് ഇതേപോലെ സീറോനോട് മാച്ച് ചെയ്യുന്ന നമ്പേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. നൗ ലെറ്റ്സ് റൈറ്റ് ദിസ് ഐഡിയ യൂസിങ് ഓൾജിബ്ര. അപ്പോൾ ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഐഡിയ എന്ന് എഴുതാം. അതായത് ഓൾജിബ്ര യൂസ് ചെയ്യാൻ നമ്മൾ ഈ നമ്പേഴ്സിന് പകരം എന്ത് ചെയ്യും, ലെറ്റേഴ്സ് എടുക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ലെറ്ററിൻ്റെ സം എന്ന് പറയുന്നത് x + y ആക്കിയിട്ട് എടുത്തു, ഫസ്റ്റ് നമ്പറിൻ്റെ. ആൻഡ് സെക്കൻഡ് നമ്പറിൻ്റെ സമ്മ് u + v ആണ്. അപ്പോൾ യുവും വിയും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും. ടു ഫൈൻഡ് ദെയർ പ്രോഡക്റ്റ് വി മസ്റ്റ് ആഡ് ദ പ്രോഡക്റ്റ്സ്. ഇനി ഇതിൻ്റെ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, എക്സും വൈയും അല്ലേ. എക്സ് ഇറ്റ് യുവിനെയും വിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, അതുപോലെ വൈ ഇറ്റ് യുവിനെയും വിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എക്സ് × യു എക്സ് യു + എക്സ് × വി എക്സ് വി + വൈ യു + വൈ വി ഫോർ എനി ഫോർ പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് വൈ യു വി അല്ലേ. എക്സും വൈയും ഒക്കെ പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ പരസ്പരം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതാണ് അതിൻ്റെ ജനറൽ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. മറ്റൊരു പ്രോബ്ലം നോക്കൂ. 6½ × 8 and 1/3 രണ്ട് നമ്പേഴ്സാണ്. ഇവിടെ 6½ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു, 6 + ½ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ. ചിലർക്ക് ഈ മിക്സ്ഡ് ഫ്രാക്ഷനൊക്കെ കാണുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യാനോ മൈനസ് ചെയ്യാനോ ആഡ് ചെയ്യാനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ട്രിക്ക് യൂസ് ചെയ്യുമെങ്കിൽ നല്ലതാണ്, നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 6½ 6 + ½ എന്ന് എടുത്തു. 8 and 1/3 8 + 1/3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യും, ഓരോ ടേംസും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആഡ് ചെയ്യാം. 6 × 8 + 6 × 1/3 + 1/2 × 8 + 1/2 × 1/3. നോക്കൂ, മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ മാറി, മിക്സഡ് ഫ്രാക്ഷനൊക്കെ ഒഴിവാക്കിയിട്ടില്ലേ. അപ്പോൾ 48 + 6 × 1/3 എന്ന് പറയുമ്പോൾ 6/3 ദറ്റ് ഈസ് 2. അതുപോലെ 1/2 × 8 എന്ന് പറയുമ്പോൾ 8/2 ആണ് 4. 1/2 × 1/3 ദറ്റ് ഈസ് 1 × 1 / 2 × 3 6 1/6. ആഡ് ചെയ്യുമ്പോൾ 54 and 1/6 കിട്ടി. ഓക്കെ, ആണ് മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടുള്ളൊരു നമ്പർ തന്നെ കിട്ടി. ഡയറക്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ എന്ത് ചെയ്തു, ആ നമ്പറിനെ സമ്മാക്കി മാറ്റി എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ തിങ് വി ഹാവ് സീൻ ഇൻ ക്ലാസ് 7. സെവറൽ ഇൻട്രസ്റ്റിംഗ് കണക്ഷൻസ് ബിറ്റ്വീൻ സം ആൻഡ് നമ്പേഴ്സ് ഓഫ് എ കലണ്ടർ അല്ലേ. നിങ്ങൾ അൺചേഞ്ചിങ് റിലേഷൻസ് എന്നുള്ള 7th ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, അൺചേഞ്ചിങ് റിലേഷൻസ്. അതിൽ നമ്മൾ കുറേ കലണ്ടർ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓൾജിബ്രൈക്ക് ഫോമൊക്കെ കണ്ടെത്തിയിരുന്നു.
ഇൻ ദി കലണ്ടർ ഫോർ എനി മന്ത് മാർക്ക് 4 നമ്പേഴ്സ് ഇൻ എ സ്ക്വയർ. ഓർമ്മയുണ്ടോ? ഒരു കലണ്ടറിൽ നമ്മൾ 4 നമ്പേഴ്സൊക്കെ സ്ക്വയറിൻ്റെ രൂപത്തിൽ വരുന്ന 4 നമ്പേഴ്സൊക്കെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രത്യേകതയൊക്കെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇവിടെ അവർ മാർക്ക് ചെയ്ത നമ്പേഴ്സ് 6, 7, 13, 14. മൾട്ടിപ്ലൈ ദ ഡയഗണൽ പെയേഴ്സ്. ഡയഗണൽ പെയേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. 6 ഇൻറ്റു 14 ഇറ്റ് ഈസ് 84. അതുപോലെ 13 ഇൻറ്റു 7 91. ഒരു കലണ്ടറിൽ 4 സ്ക്വയർ നമ്പേഴ്സ് എടുത്തു, അത് ഡയഗണൽസ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഞങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് 91 മൈനസ് 84. ആ ഡയഗണൽസിൻ്റെ നമ്പേഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, നോ ടേക്ക് അനദർ 4 നമ്പേഴ്സ് ഇൻ എ സ്ക്വയർ ആൻഡ് ഡു ദിസ്. ഇനി മറ്റു 2 നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചെയ്ത് നോക്കൂ. എന്ത് റിലേഷനാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ സെലക്ട് ചെയ്ത നമ്പേഴ്സ് 22, 23, 29, 30. ഈ 4 നമ്പേഴ്സ് ആണെങ്കിൽ 22 ഇൻറ്റു 30 660, 23 ഇൻറ്റു 29 667. നോക്കൂ, ഡയഗണൽസ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ അപ്പോൾ നമുക്ക് 7 എന്ന് പറയുന്ന ആൻസറാണ് കിട്ടുന്നത്. വൈ ഡു വി ഗെറ്റ് 7 ഓൾവേസ്? ലെറ്റ്സ് യൂസ് ഓൾജിബ്ര ടു സീ ദിസ്. അല്ലേ, എന്തുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഏത് സ്ക്വയർ നമ്പർ എടുത്താലും അതിൻ്റെ ഡിഫറൻസ് ഡയഗണൽസ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് 7 കിട്ടാൻ കാരണം എന്താ? നമുക്കതൊന്ന് ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് നോക്കാം. ഫസ്റ്റ് നമ്പർ എക്സ് എടുത്തു, സെക്കൻഡ് നമ്പർ എക്സ് പ്ലസ് 1, നെക്സ്റ്റ് എക്സ് പ്ലസ് 7, എക്സ് പ്ലസ് 8. ഇത് കലണ്ടറത്തെ നമ്പേഴ്സാണ് കേട്ടോ, സ്ക്വയർ ഫോം ചെയ്യുന്ന 4 നമ്പേഴ്സാണ്. ഇതിൻ്റെ പ്രോഡക്റ്റ് കാണുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8 ദറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 8x. നെക്സ്റ്റ് ആണെങ്കിൽ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 7. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 7 എങ്ങനെ കിട്ടും? എക്സ് സ്ക്വയർ അല്ലെ, എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 7 7x. നെക്സ്റ്റ് 1 ഇറ്റ് എക്സിനെയും 7നെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 ഇൻറ്റു എക്സ് എക്സ്, 1 ഇൻറ്റു 7 7. ഇനി അത് ആഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് എക്സ് 8x പ്ലസ് 7. എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 7 ആണ് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് 2 ഡയഗണൽ നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 8x ആണ്. സെക്കൻഡ് 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 7 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസും 7 അല്ലേ? നോക്കൂ, ഇനി ഇത് നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 7 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് 8x മൈനസ് 8x എന്ന് വരും. അപ്പോൾ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ മൈനസ് ആകുമ്പോൾ 0 ആവും, 8x നിന്ന് 8x മൈനസ് ആകുമ്പോൾ 0 ആവും. അപ്പം പിന്നെ ബാക്കി വരുന്നത് 7 ആണ്. ഇതിൻ്റെ ഡിഫറൻസ് 7 ആണ് കിട്ടുന്നത്. ഓക്കെ, ഹിയർ വി ക്യാൻ ടേക്ക് എനി നമ്പേഴ്സ് ആസ് എക്സ് വിച്ച് മീൻസ് ദിസ് ഹോൾസ് ഇൻ എനി പാർട്ട് ഓഫ് ദി കലണ്ടർ. നമ്മൾ ഇതിൽ എക്സ് ആയിട്ട് ഏത് നമ്പേഴ്സ് നമുക്ക് എടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഡിഫറൻസ് ഡയഗണൽസ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് നമുക്ക് 7 ആയിട്ട് കിട്ടും. ഇനി കലണ്ടർ വെച്ചിട്ട് മറ്റൊരു ഐഡിയ എന്ന് പറയുന്നത് മേക്ക് എ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കലണ്ടറല്ല, മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് 1 മുതൽ 9 വരെ കൊടുത്തു, പിന്നത്തേൽ 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് കൊടുത്തത് 4, 6, 8 എക്സെട്ര 18. നെക്സ്റ്റിൽ 3ൻ്റെ മൾട്ടിപ്പിൾസ്, 4ൻ്റെ മൾട്ടിപ്പിൾസ് 5, 6, 7, 8, 9. ഇതൊക്കെ 9 മൾട്ടിപ്പിൾസ്, 9ൻ്റെ 9 മൾട്ടിപ്പിൾസ് ആക്കിയിട്ടൊരു ടേബിൾ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് പറയുന്നത്? ആസ് ഇൻ ദ കലണ്ടർ മാർക്ക് 4 നമ്പേഴ്സ് ഇൻ എ സ്ക്വയർ. നമ്മൾ കലണ്ടർ പോലെ തന്നെ ഇതിലെന്ത് ചെയ്യാണ്? 4 സ്ക്വയർ നമ്പേഴ്സ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 12, 15, അതുപോലെ 16, 20 ഈ നമ്പേഴ്സാണ് ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. 12, 15, 16, 20 അല്ലേ? ഈ നമ്പേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഡയഗണൽ പ്രോഡക്ട്സ് ഫൈൻഡ് സം. ഇത് ഡയഗണൽസിൻ്റെ പ്രോഡക്റ്റ് കാണുന്നതിന് പകരം അതിൻ്റെ സം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 12 + 20 32, 16 + 15 31. ഓക്കെ, നോക്കൂ, നമ്മളിതിൻ്റെ സമ്മ് കണ്ടപ്പോൾ 32, 31 ആണ് നമുക്ക് ഓരോന്നിൻ്റെ സമ്മ് കിട്ടിയത്. മറ്റ് 4 നമ്പേഴ്സ് സെലക്ട് ചെയ്തു. അപ്പോൾ 35, 40, 42, 48 ആണ് സെലക്ട് ചെയ്തത്. അതിൻ്റെ സമ്മ് 35 + 48 83,
40 + 42 822 കിട്ടി. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഏത് 4 നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുകയാണെങ്കിലും അവ തമ്മിലുള്ള ഡിഫറൻസിലെ സമ്മിൻ്റെ ഡിഫറൻസ് 1 ആണ് കിട്ടുന്നത്. ഓക്കെ. ഇൻ ദി ടേബിൾ ഓൾ നമ്പേഴ്സ് ഇൻ വൺ റോ ആർ മൾട്ടിപ്പിൾസ് ഓഫ് ദി സെയിം നമ്പർ. ജനറലി വി ക്യാൻ റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ എ റോ ലൈക്ക് ദിസ്. അല്ലേ, ടേബിൾ എങ്ങനെയായിരുന്നു ഫോം ചെയ്തിരുന്നത്? എല്ലാ നമ്പേഴ്സും മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരുന്നത് അല്ലേ, അതേ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ്. ഫസ്റ്റ് ഇപ്പോൾ എക്സ് ആണെങ്കിൽ നെക്സ്റ്റ് അതിൻ്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ 2x, പിന്നെ 3x, 5x, 6x എക്സെട്ര 9x ഇങ്ങനെയായിരുന്നു വന്നിരുന്നത്. നോക്കുക, അത് ആൾജിബ്ര യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എക്സ്, 2x, 3x, 4x എക്സെട്ര 9x. നെക്സ്റ്റിൽ ഫസ്റ്റ് നമ്മൾ 1 എടുത്തു, പിന്നെ 2 ആണ് എടുത്തത്. 2 ആകുമ്പോൾ നമുക്ക് എങ്ങനെ x+1 എന്ന് കൊടുക്കാം. എക്സ് എന്ന് പറയുന്ന നമ്പർ 1 ആണെങ്കിൽ നെക്സ്റ്റ് 2 ആണല്ലോ വന്നത് നമ്മുടെ ടേബിളിൽ, അപ്പോൾ x+1. അപ്പോൾ എങ്ങനെ വരും? 2 × x+1, 3 × x+1 എക്സെട്ര 9 × x+1 ആയിട്ട് വരും. അപ്പോൾ നോക്കൂ അതിൻ്റെ ഡിഫറൻസ്. ഫസ്റ്റിൽ 9x പിന്നത്തിൽ 9 × x+1 ആണ് വരുന്നത് അല്ലേ, അതിൻ്റെ ലാസ്റ്റ് രീതിയിൽ വരുന്നത്. അപ്പോൾ നോക്കൂ, വി ക്യാൻ ടേക്ക് എ ജനറൽ നമ്പർ ഫ്രം ദ ഫസ്റ്റ് റോ ആസ് yx. ദ നെക്സ്റ്റ് number in this row is the next multiple of x, that is y+1 x. നമുക്ക് എങ്ങനെ ആക്കിയിട്ട് എടുക്കാം? അതിനെ ഫസ്റ്റ് റോത്ത് yx പിന്നെ y+1 x ആക്കിയിട്ട് എടുക്കാം. ഇവിടെ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഫോം ചെയ്ത ടേബിളിൽ നിന്നും 4 നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ നമ്പേഴ്സിൻ്റെ ഓൾജിബ്രയ്ക്ക് എക്സ്പ്രഷനാണ് yx. ഫസ്റ്റ് നമ്പർ yx എന്നും, അതായത് ഇവിടെ നമ്മൾ 12, 15, 16, 20 ഇങ്ങനെ 4 നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആ 12ന് പകരം yx ആണെന്ന് കരുതാം. അപ്പോൾ അടുത്തത് 15 ആകുമ്പോൾ y+1 x. നെക്സ്റ്റ് അതുപോലെ തന്നെ ഇവിടെ വരുന്നത് 16 ആയിരുന്നു, അപ്പോൾ 16 ആണെങ്കിൽ y × x+1. നെക്സ്റ്റ് വരുന്നത് 20. അപ്പോൾ എങ്ങനെ വരും? y+1 × x+1. അതായത് നമ്മൾ ആ സ്ക്വയറിൽ എടുക്കുന്ന നമ്പേഴ്സിൻ്റെ ഓൾജിബ്രൈക്ക് ഫോമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ അതിൻ്റെ സമ്മ് കാണുമ്പോൾ y+1 x = yx+x എന്നും y × x+1 yx+y എന്നും കിട്ടും. ഓക്കെ, അതിൻ്റെ സമ്മ് കാണുമ്പോൾ 2yx + y+x എന്നാണ് കിട്ടുന്നത്. അതുപോലെ അടുത്ത 2 നമ്പേഴ്സ് y+1 x+1 ആണ്. അപ്പോൾ y+1 × x+1 അല്ലേ, ഫസ്റ്റ് നമ്മൾ ഇവിടുത്തെ നമ്പർ എടുത്തത് y+1 x+1 ആണ്. ഓക്കെ, ആദ്യം അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാണാം. അപ്പോൾ yx + y+x+1 എന്ന് കിട്ടി. ഇനി അതിനോട് കൂടെ നമുക്ക് എന്ത് ചെയ്യണം? yx ആഡ് ചെയ്ത് കൊടുക്കണം. yx ആഡ് ചെയ്യുമ്പോൾ 2yx + y+x+1 എന്ന് കിട്ടും. നോക്കൂ, one diagonal sum is 2yx + y+x and the other is 2yx + y+x+1. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നോക്കൂ, ഡയഗണൽസ് ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യല്ല, സമ്മാണ് കണ്ടത്, അതുകൊണ്ടാണ് ഇങ്ങനെ ആഡ് ചെയ്തത്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് ചെയ്യുമ്പോൾ 2yx 2yx ക്യാൻസൽ ചെയ്യും, y ക്യാൻസൽ ചെയ്ത് പോവും, x ക്യാൻസൽ ആവും അല്ലേ. അതായത് ഡിഫറൻസ് കാണുമ്പോൾ y - y 0 ആവും, x - x 0 ആവും, 2yx - 2yx 0 ആയിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് 1 കിട്ടുന്നു. ഓക്കെ, ഇൻ ദ കോഴ്സ് ഓഫ് ദി അബവ് ഡിസ്കഷൻ വി ഫൗണ്ട് എന്താണ് കണ്ടെത്തിയത്? y+1 × x+1 എന്ന് പറയുന്നത് ഇതിനോട് ഈക്വലാണ്, yx + y+x+1 ഈക്വലാണ്. How do we state this as a general principle in ordinary language? Can we do some multiplication in head using this? ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു ജനറൽ പ്രിൻസിപ്പിൾ ഫോം ചെയ്യാം? അതായത് എക്സ് വൈ എന്ന് പറയുന്നത് ഇനി 2 പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ y+1 × x+1 എന്ന് പറയുന്നത് yx + y+x+1 ഈക്വൽ ആയിരിക്കും. വാട്ട് ഇഫ് വി ടേക്ക് 2 ഇൻസ്റ്റെഡ് ഓഫ് 1 ഇൻ ദിസ്? നമ്മൾ 2 ആണ് ഇതിന് പകരം എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും വരുന്നത്? അപ്പോൾ y+2 × x+2 എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് y × x yx, നെക്സ്റ്റ് y × 2 എന്ന് പറയുമ്പോൾ 2y ആവും. ഇവിടെ y ആണ് വന്നത് 1 എടുത്തപ്പോൾ, അവിടെ എന്താവും? 2y ആവും, പിന്നെ 2x ആകും, പിന്നെ 2 × 2 4 ആയിട്ട് മാറും.
1ന് പകരം 2 എടുക്കുമ്പോൾ എന്താ വരിക? yx പ്ലസ് 2y പ്ലസ് 2x പ്ലസ് 4 ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിൽ ഉൾക്കൊള്ളുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണത് നെക്സ്റ്റ് ക്ലാസ്സിൽ.